ഗൈസ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബെഞ്ചർ സപ്ലൈയുടെ പണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ബെഞ്ചർ സപ്ലൈയുടെ അകത്ത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വയറിങ്ങൊക്കെ അന്ന് കാണിച്ചു തന്നവരെ തന്നെ കൊടുത്തേക്കണത്. പിന്നെ DC ഫീമെയിൽ സോക്കറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആംബിയറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല നമ്മൾ. ഇവിടെയാണ് സോക്കറ്റ് കൊടുത്തേക്കണത്. പിന്നെ ഇതാണ് നമ്മുടെ ആംബിയർ കൊടുത്തിട്ടില്ല, ബാറ്ററി ഇല്ല, അതൊന്നും വേണ്ട. പവർ ഓൺ മാത്രമുള്ള പവർ ഓൺ ഉണ്ട്, അത് നമ്മളിപ്പോൾ കൊടുത്തിട്ടില്ല. ഇത് ലോഡ് എടുക്കുമ്പോൾ ഉള്ളത്, ഇത് ഓണാകുമ്പോൾ കാണിക്കണത് പച്ച കത്തും. ഇത് വോൾട്ട് ചെയ്യണത് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്ററിലാണ് കൊടുത്തേക്കണത്. നമുക്ക് ഓണാക്കാം. നമ്മളിത് ഓണായിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലിക്കറിങ് പോലെ തോന്നും, പക്ഷേ ഫ്ലിക്കറിങ് ഒന്നുമില്ല. നമ്മുടെ മീറ്റർ കറക്റ്റ് തന്നെയാണ് ഇവിടെ നോക്കുമ്പോൾ. ഗൈസ്, ഇതാണ് നമ്മുടെ ബെഞ്ചർ സപ്ലൈ ഓണായിട്ടുണ്ട്. സൗണ്ടൊന്നുമില്ല. ഇതാണ് മീറ്റർ. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കുറയ്ക്കാൻ പറ്റുന്ന 1.2 വോൾട്ടാണ്. ആംബിയർ കാണിക്കില്ല. ആംബിയർ നമുക്ക് ലോഡ് ഇട്ടാലേ കാണിക്കുള്ളൂ. ലോഡ് ഞാൻ കൊടുക്കണില്ല, കാണിച്ചു തന്നാണ്. കൂട്ടുമ്പോൾ ഒറ്റയടിക്ക് ഞങ്ങൾ വിചാരിക്കും എന്താ 19 വോൾട്ടായിരുന്നു. അത് നമ്മൾ കൊടുത്തേക്കണ പൊട്ടൻഷ്യൽ മീറ്ററാണ്. പൊട്ടൻഷ്യൽ മീറ്ററിൻ്റെ 10x എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതാണ് വയ്ക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ വെച്ചത് 10x അല്ല, 1x ആണ്. 1x 100 KDS ആണ്. ഇവിടെ ആംബിയറിന് വയ്ക്കണം. ആ ആംബിയറിൻ്റെ പൊട്ടൻഷ്യൽ മീറ്റർ എടുത്തിട്ടാണ് നമ്മുടെ 2.1 നമ്മൾ ബാലൻസ് കൊടുത്തേക്കണത്. നമ്മൾ കൂട്ടി കഴിയുമ്പോൾ ഇവിടെ വോൾട്ടേജ് കൂടി വരുന്നതാണ്. മാക്സിമം വരുന്നത് 19.5 വോൾട്ടേജാണ് മാക്സിമം കിട്ടണം. നമുക്ക് 6 കാണിക്കാം, അതൊരു വേരിയേഷൻ ഉണ്ടാണ്. 19.5 അല്ലെങ്കിൽ 6 ആണ് കാണിക്കണം. ഈ അഡാപ്റ്റർ 19.5 ആണ്. ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, അതാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പോയിൻ്റ് വെച്ചാണ് കുറയണത്, കാരണം ഇത് 1x ആയതുകൊണ്ട്. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേനും കുറഞ്ഞ് വരും. ബെഞ്ചർ സപ്ലൈ കുറഞ്ഞ് വരുന്നതാണ്. ഓഫായിട്ടില്ല, 1.2 ആയി. ഓഫ് ചെയ്താൽ ഫുൾ ഓഫ് ആവും. ഇവിടെയാണ് ഓണ് എന്ന് പറഞ്ഞാൽ ഇത് 3 ഇത് നമ്മളറിയാതെങ്കിലും ഓണാക്കിയാൽ ഓണാവില്ല. പിന്നെ രണ്ടാമത് ഓണാക്കിയാലേ ഓണാവുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ഓണാണെങ്കിലും കുഴപ്പമില്ല, ഓണാവില്ല. ഇത് ഓണാണെങ്കിൽ നമ്മുടെ ബെഞ്ചർ സപ്ലൈ ഓണാവും. പിന്നെ ഇവിടെ സെൻസി, ഇവിടെയാണ് ഔട്ട്പുട്ട് വോൾട്ട്. നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഔട്ട്പുട്ട് വോൾട്ട്. P എന്ന് പറഞ്ഞാൽ പവർ. ഇത് ബാറ്ററിയുടെയാണ്, അത് ചിലപ്പോൾ കൊടുക്കുകയുള്ളൂ. ഇത് പച്ചയാണ്. ഇത് ഇനി ലോഡ് ഇട്ട് കാണിക്കുമ്പോൾ ലോഡൊന്നും കാണിക്കാനൊന്നും എൻ്റെ കയ്യിലില്ല. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ലോഡ് ഇട്ട് കാണിക്കാം. അപ്പോൾ വർക്കിംഗ് ആണ്, ഉറപ്പാണ്, എൻ്റെ ഗ്യാരൻറ്റിയാണ്, വർക്കിംഗ് ആണ് സാധനം. ഇത് വോൾട്ടാണ്. ഇവിടെ ആംബിയർ കൊടുത്തിട്ടില്ല. ഈ അകത്ത് ഒരു റെഡ് കത്തണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ബക്ക് കൺവേർട്ടർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കൊടുത്തിട്ടില്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണക്ഷൻ ചെയ്തില്ല. ഇവിടെ ഒരു ബക്ക് കൺവേർട്ടർ കൊടുത്തിട്ടുണ്ട്. ഈ റെഡ് കത്തണത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ മീറ്ററിൽ നമ്മൾ 5 വോൾട്ടാണ് കൊടുത്തതാണ്. 12 വോൾട്ടിൽ മീറ്റർ വർക്ക് ചെയ്യില്ല. 12 വോൾട്ടിൽ നമ്മുടെ മീറ്റർ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അടിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ 5 വോൾട്ടിൽ കൊടുത്തതാണ്. നമ്മൾ സാധനമൊക്കെ നല്ലതാണ്. നമ്മുടെ ബെഞ്ചർ സപ്ലൈയുടെ ഇതാണ് ഫുൾ ലുക്ക്. ഇങ്ങനെയാണ് വരുന്നത്. അടിയിലൊന്നുമില്ല, അടിയിൽ പെയിൻ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് വോൾട്ടൊക്കെ അറിയാൻ പറ്റും. മൾട്ടിമീറ്റർ വരെ നമുക്ക് വോൾട്ടൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ ഓണായിട്ടാണ്. ഈ LED ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് ഓണായിട്ടുണ്ട്, സെറ്റായിട്ട് വർക്കിംഗ് ആണ്. എൻ്റെ ഗ്യാരൻറ്റിയാണ്. ഞാൻ ആ വീഡിയോ ഇട്ട പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി, കറക്റ്റാണ്. പിന്നെ ഇതുപോലെ കേസിൽ ഉറപ്പിച്ചാൽ മതി. ഇതാണ് അന്ന് കാണിച്ച ഡിസ്പ്ലേ. ഇതുപോലെ തന്നെ ഇതുപോലത്തെ കേസിൽ വെച്ചാൽ മതി. സ്വിച്ചിൻ്റെ കണക്ഷൻ ഈ 3-way സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് കാണിക്കാൻ നോക്കട്ടെ. ഇതിൽ ചിലപ്പോഴേ കാണുള്ളൂ. അങ്ങനെയാണ് നമ്മളിതുള്ളത്.
നമ്മുടെ അകത്ത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു ചാർജിങ്ങിൻ്റെ സോക്കറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബക്ക് കൺവേർട്ടറിൻ്റെ കണക്ഷൻ തന്നെ. ബക്ക് കൺവേർട്ടർ അല്ല, നമ്മുടെ മീറ്ററിൻ്റെ ഇതാണ്. നേരെ കാണാനാണ് നമ്മുടെ ബക്ക് കൺവേർട്ടർ. ആംബിയറിൻ്റെ അവിടെ വെറുതെ ആംബിയർ നമ്മൾ ഉണ്ടായിരുന്ന വയർ നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് കളഞ്ഞു, നമ്മൾ ഊരി കളഞ്ഞു, അത് കൊടുത്തിട്ടില്ല. ഇവിടെയാണ് ആ ഔട്ട്പുട്ട് വരുന്നത്, പ്ലസും മൈനസും. നമ്മൾ നേരത്തെ ചെയ്ത ഇത് കണക്ഷൻ തന്നെയാണ്. പിന്നെ ബക്ക് കൺവേർട്ടർ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആ ഇൻപുട്ടില്ലേ, ഈ കൊടുത്താണ് ഈ ബക്ക് കൺവേർട്ടറിൻ്റെ മറ്റേ ഈ ഡിസ്പ്ലേക്ക് വേണ്ടിയുള്ള ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ടിൽ നിന്ന് നമുക്ക് ബക്ക് കൺവേർട്ടർ മറ്റേ വലിയ ബക്ക് കൺവേർട്ടറിലോട്ട് ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ എടുത്ത് ഇൻപുട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ട് ഇതിലോട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തൊരു പ്രീസെറ്റ് ഉണ്ട്. ആ പ്രീസെറ്റ് തിരിച്ച് മൾട്ടിമീറ്ററിലാണ് കുറച്ചുകൂടി നല്ലത്. ഞാൻ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്തത്. മൾട്ടിമീറ്ററിൽ തിരിച്ച് 5 വോൾട്ട് ആക്കണം. ഇത് 5 ആണ് കൊടുത്തേക്കണത്. 5 വോൾട്ടാണ് കൊടുത്തേക്കണത്. 5 വോൾട്ട് കൊടുത്തു കഴിയുമ്പോൾ 12 വോൾട്ട് കൊടുത്താൽ നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവും ഡിസ്പ്ലേ, പക്ഷെ പെട്ടെന്ന് അടിച്ചു പോകും. അതാണ് 5 കൊടുത്തേക്കണത്. IC ഒക്കെ ചെറുതാണ്. നമ്മുടെ 5 വോൾട്ടിൻ്റെ ആംപ്ലിഫയർ IC പോലെ തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ IC. അത്രേ ഉള്ളൂ ഗൈസ്. ഉണ്ടാക്കിയ വീഡിയോ കാണിച്ചു തന്നെയാണ്. താങ്ക് യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.